ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം. എല്ലാ കുരുന്നുകളും അക്ഷരമുറ്റത്തേക്ക് പിച്ച് വെച്ച് കിടക്കുന്ന ഒരു ആഘോഷ ദിവസമായിട്ട് കേരളത്തിലെങ്ങും ആഘോഷിച്ചു. പക്ഷേ ഒരിടത്ത് മാത്രം ഇന്ന് വിവാദത്തോടു കൂടിയാണ് ഈ വർഷം തുടങ്ങിയത്. കാരണം മറ്റൊന്നല്ല, തിരുവനന്തപുരത്തുള്ള വണ്ടേല LP സ്കൂളിൽ ഒരു മിഠായി വിതരണം. നമ്മുടെ വി മുരളീധരൻ MLA അദ്ദേഹം മിഠായി കുട്ടികൾ കയ്യിൽ കൊടുക്കാതെ അത് തുറന്നിട്ട് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുന്നതാണ് ഇത്തരമുള്ളത്. അത് ഭയങ്കര വിവാദമാവുകയും ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് അതിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ, അതായത് LDF ശിവൻകുട്ടി അങ്ങനെയൊക്കെ ശക്തമായിട്ട് പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ ചില ആളുകളും രംഗത്തെത്തിയിട്ടുണ്ട്. പുള്ളിനെ അനുകൂലിച്ചും പുള്ളിയുടെ പാർട്ടിക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഉണ്ടെന്ന് കണ്ടിട്ട് ബാക്ക് റിയാക്ട് ചെയ്യാം. ആണ് ആ വീഡിയോ ഉള്ളത്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പലരും ഇതിനകത്ത് പറയുന്നുണ്ട്, അങ്ങനെ ജാതി കുത്തിക്കയറ്റി ജാതിക്കാരോടുള്ള വിവേചനം എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കത് കണ്ടിട്ട് അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ജാതി വിവേചനമൊന്നും എനിക്കതിൽ തോന്നിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് ഇരിക്കാൻ ടൈമില്ലായിരുന്നു. MLAക്ക് ഇരിക്കാൻ ടൈമില്ലായിരുന്നു. എന്ത് ടൈമില്ലായിരുന്നു എന്നുള്ളത്, ഒരു കുട്ടിയുടെ മിഠായി കൊടുക്കണം. കാരണം നമ്മൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. മിക്സറൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പൂച്ചയുണ്ട്. പൂച്ചയ്ക്ക് ഇങ്ങനെ മിക്സർ എന്തെങ്കിലും ഞാൻ രാവിലെ ചായ കുടിക്കുമ്പോൾ ചിലപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരാൾ ചോറ് കൊടുക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എന്ത് ഭക്ഷണസാധനം കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മനുഷ്യൻ, മൃഗങ്ങളോട് പോലും നമുക്ക് കഴിക്കട്ടെ എന്ന വിശപ്പെന്ന രീതിയിൽ, സന്തോഷം എന്ന രീതിയിലാണ് ഞാനത് ഒരു പൂച്ചയ്ക്ക് കൊടുക്കാറ്. പക്ഷേ അതിനോട് പോലും കാണിക്കുന്ന രീതി പോലും കാണിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓടി ഒന്ന് പൊട്ടിച്ചൊക്കെ ഇങ്ങനെ ഇടറി പോകണ തന്നെയാണ് ഞാൻ. കാരണം നമ്മൾ മീൻ വളർത്തുന്നവരുണ്ട്. അവരവർക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്ന പോലെയൊക്കെയാണ് ഈ പിള്ളേർക്ക് കൊടുക്കുന്നത്. അതൊരു കുഞ്ഞു കുരുന്നുകളല്ലേ. ചെറുപ്പത്തിൽ തൊട്ടൊരു ഇൻസൾട്ടിങ് അത് അവരുടെ മുഖത്തു നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. പിന്നെ പകുതി എനിക്ക് തിരക്കാണ് എന്നൊക്കെ, ചിലപ്പോൾ തിരക്കായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും പറയുന്നു. എന്തുകൊണ്ട് തിരക്ക്? നമുക്ക് മാന്യമായിട്ട് വിതരണം ചെയ്യാം. ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ, ആ ഒരു പ്ലേറ്റ് എവിടെ നിന്നെങ്കിലും സങ്കല്പിക്കാൻ പറ്റും. പക്ഷേ സെക്കൻഡ് വഴിയിൽ ഒരു പ്ലേറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പൊട്ടിച്ചിട്ട് കയ്യിൽ കൊടുക്കാം. അല്ലെ റോസാപ്പൂക്കൾ ഇപ്പോൾ നമ്മൾ കല്യാണ രീതിയിലൊക്കെ കാണില്ല, വിസിറ്റിംഗ് കാർഡിലൊന്നും അടിച്ചേക്കണം. അങ്ങനെ വേണമെങ്കിൽ മിഠായി ഓരോന്ന് കൈ കൊടുക്കാം. അങ്ങനെ വിസിറ്റിംഗ് കാർഡിൽ അടിച്ച് സ്കൂൾ പ്രവേശനോത്സവം ചെറിയൊരു പോസ്റ്റർ പോലെ കൊടുത്തിട്ട് കൊടുക്കാം. അതുപോലും ചെയ്യാതെ ചുമ്മാ വിതറി ഇട്ട് കൊടുത്തതിൽ ഒരു വിഷമമുണ്ട്. പിന്നെ ഇദ്ദേഹത്തിനെ പാർട്ടിക്കാരെല്ലാം ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വരുമല്ലോ. ഏതൊരു മോഡിപ്പടാന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിനകത്തും ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. കാരണം ഈ ഒരു വിവാദം എടുത്തിട്ടാണ് കാണിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരം കാണിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. വിവാദം എടുത്തിട്ട് കാണിച്ചിട്ട് അതിനിങ്ങനെ കാണിക്കുന്നു പറഞ്ഞപ്പോൾ പുള്ളി പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പുള്ളിക്കാണ് പുറകോട്ട് ചെയ്ത കുട്ടികളെയൊക്കെ രീതികൾക്ക് സ്നേഹിച്ചൊക്കെ വിടണേ, നല്ല രീതിയിൽ പെരുമാറുന്ന കുട്ടികളോട് സ്റ്റേജിലൊക്കെ ട്രോഫി കൊടുക്കുന്നു. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിഡ്ഢിത്തരമാണ്. കാരണം ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുത്തില്ല, ഫുഡൊന്നും കൊടുത്തില്ല എന്ന് സങ്കല്പിക്കുക. ഒരാൾ പാവപ്പെട്ട ചോദിച്ച് ഫുഡ് കൊടുത്തില്ല. അപ്പോൾ നിങ്ങളെ കണ്ടെടുത്ത് ഭയങ്കര വിവാദമാക്കണം. അപ്പോൾ എന്നെ അനുകൂലിക്കുന്ന കുറച്ച് പേര് വന്നിട്ട്, ഞാൻ പണ്ട് ആൾക്കാർക്ക് ഇതുപോലെ കൊടുത്തു, ഇന്നല്ലേ കൊടുക്കാതിരുന്നേ. അപ്പോൾ നിങ്ങളുടെ വിചാരം തന്നെ പണ്ട് കൊടുത്തെങ്കിലാണെങ്കിലും ഇപ്പോൾ പണ്ട് അങ്ങനെ ചെയ്തിട്ട് ഇപ്പം അങ്ങനെ ചെയ്ത് മോശമായി എന്നൊക്കെയായിരിക്കും നിങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. കാരണം ഇന്ന് കാണിച്ചാൽ അത് വളരെ മോശമായി പോയിട്ടില്ല. പലരും ജാതി കയറി കുത്തിക്കയറ്റുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അതിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല, മതമൊന്നും കുത്തിക്കയറേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി അദ്ദേഹം പൊട്ടിച്ചിട്ടത് അത് വളരെ വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചുമ്മാ കിടന്ന ഒരു കുട്ടികളെ എടുത്തുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് വിതരണം ചെയ്യുന്നു. വേറെ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മന്ത്രി തുളസിയൊക്കെയാണ് അവിടെ നോക്കിയിരുന്നത്. അവരുടെയൊക്കെ ഒരു രീതി എന്താണെന്ന് ശരിക്കും ആ കുരുന്നുകളൊക്കെ വന്ന് പഠിക്കാനിരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ വിട്ടുണ്ട്. ചിലപ്പോൾ അവർ വീട്ടിലൊക്കെ അവരുടെ അച്ഛനും അമ്മയൊക്കെ കൊടുക്കുന്ന പോലെ ആയിരിക്കും ഒരാൾ വന്ന് അച്ഛൻ്റെ ഒരു സ്ഥാനത്തായിരിക്കും ആ കുട്ടി ഇങ്ങനെ കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നതെന്ന് കുട്ടികൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ച് കാണും. പക്ഷേ ചിലരുടെ അതിനകത്ത് പിന്നെ ഭയങ്കര തിരക്കാണ്. വിരലെണ്ണാവുന്ന കുട്ടികളേ ഉള്ളൂ. 10 കുട്ടികൾ തികച്ച് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വരുന്ന പോലും ധാരാളം സമയമുണ്ടാകും. എത്ര സമയം നിങ്ങൾ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്? കുറച്ച് നേരം ചിലവഴിച്ചാൽ ഒരു മിഠായി കൊടുക്കാനൊക്കെ സമയം വേണ്ടി വരും.
5 മിനിറ്റ് തികച്ചെടുക്കുക, 2-3 എടുക്കുകയുള്ളൂ. അതിനും കിടന്നിട്ട് ഈ മാതിരി പൊട്ടിച്ചിട്ടത് വളരെ മോശമായി. ഒരു ജാതി അദ്ദേഹം കുത്തി കയറ്റിയെന്ന് ജാതീയമാണെന്ന് എനിക്ക് അതിനോട് യോജിപ്പില്ല. അദ്ദേഹത്തിന് അവർ മുൻപ് പറഞ്ഞ പോലെ, അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ മുൻപ് അങ്ങനെ വേറെ കുട്ടികൾക്ക് നിന്ന് സമ്മാനം കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം ജാതി നോക്കിയിട്ടല്ല, പക്ഷേ ഇവിടെ ജാതി കുത്തിക്കയറ്റി ആവശ്യമില്ലാതെ വിവാദം ഉണ്ടാക്കുന്നത് അത്രയല്ല. പക്ഷേ ഈ കാണിച്ചത് വളരെ ഒരു മോശമായ പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് ഇങ്ങനെ പൊട്ടിച്ച് വിതറി കൊടുക്കുന്നത് അതിപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുള്ളൂ. അത് പണ്ട് മാടമ്പിത്തരങ്ങളൊക്കെ ഇങ്ങനെ വിതറി കൊടുക്കുന്നു. എന്താ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയാണ് കുഴി കുത്തി കഞ്ഞി കൊടുക്കുക, അങ്ങനെയൊക്കെ വിവാദങ്ങളിലേക്ക് ആൾക്കാർ ചിന്തിക്കുന്നത്. ആളുടെ മൈൻഡ് കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, വ്യാഖ്യാനിക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിനോട് ഇവർ പറഞ്ഞ ഒരു കാര്യത്തിനായിട്ട് യോജിപ്പില്ല. ജാതി പറഞ്ഞു കാണിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ജാതി കാണിച്ചൊന്നല്ല തോന്നിയിട്ടില്ല. പക്ഷെ മറ്റുള്ളവർ ചെയ്തത് സംഭവം വളരെ തെറ്റായിപ്പോയി.